അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കയറലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 21 ബുധനാഴ്ച. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് ഇന്നലെ രാവിലെ 9 മണി മുതൽ കാണാതായ അസം സ്വദേശിനിയായ 13-കാരിക്കായി കന്യാകുമാരിയിൽ തെരച്ചിൽ ഊർജിതമാക്കി പോലീസ്. കുട്ടിയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കുട്ടിയുടെ പിതാവും മാതാവും അടങ്ങുന്ന അസം സ്വദേശികളായ കുടുംബം. കന്യാകുമാരി പോലീസും തെരച്ചിൽ നടത്തുന്നുണ്ട്. അസം സ്വദേശിനിയായ 13-കാരി തസ്മിദിനെ കണ്ടെത്താനായി റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ്. കന്യാകുമാരിയിൽ കുട്ടിയെത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും ഇതിൽ കുട്ടിയെ കണ്ടെത്താനായില്ല. കന്യാകുമാരിയിൽ നിന്ന് ട്രെയിനുകളിലും പൊതുസ്ഥലങ്ങളിലും പോലീസ് അന്വേഷണം തുടരുകയാണ്. ഹേമ കമ്മീഷൻ വിഷയത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം കാപട്യം നിറഞ്ഞതും സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടവുമാണെന്ന് VD സതീശൻ. ഹേമ കമ്മീഷൻ കൊടുത്ത കത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് അവർ പറഞ്ഞിട്ടില്ല. റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോക്സോ നിയമപ്രകാരം വരെ കേസെടുക്കേണ്ട കാര്യങ്ങൾ റിപ്പോർട്ടിലുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ സ്വമേധയാ കേസെടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് BJP നേതാവ് ശോഭ സുരേന്ദ്രൻ. മുഖ്യമന്ത്രി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. റിപ്പോർട്ട് പുറത്തുവന്നത് സർക്കാരിന്റെ കഴിവുകൊണ്ടല്ല, മറിച്ച് വിവരാവകാശ കമ്മീഷൻ ധൈര്യത്തോടെ മുന്നോട്ട് വന്നതുകൊണ്ടാണ്. സിനിമയെ നിയന്ത്രിക്കുന്ന അധോലോക സംഘം ആരാണെന്നും ആരാണ് ആ സംഘത്തിന് സഹായം ചെയ്യുന്നതെന്നും അവർ ചോദിച്ചു. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ അനുകൂല സാഹചര്യം വന്നാൽ തുടരാൻ തയ്യാറെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. ഇടവിട്ട് പശ്ചിമഘട്ടത്തിൽ പെയ്ത മഴയിൽ പുഴയിലെ ഒഴുക്ക് കൂടിയിരുന്നുവെന്നും മുങ്ങൽ സംഘത്തിന് ഇറങ്ങി തെരച്ചിൽ നടത്താനുള്ള സാഹചര്യം ദിവസങ്ങളോളം ഉണ്ടായിരുന്നില്ലെന്നും മുങ്ങൽ വിദഗ്ധരുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് മുങ്ങലിന് അനുവദിക്കാനാകില്ലെന്നും സർക്കാർ കോടതിയിൽ വാദിച്ചു. മരിച്ചവർക്കുള്ള ധനസഹായമോ അവരുടെ കുടുംബങ്ങൾക്കുള്ള പുനരധിവാസത്തിന്റെ വിവരങ്ങളോ ഉണ്ടോ എന്ന് കോടതി ചോദിച്ചു. അതുകൂടി ചേർത്ത് പുതിയ റിപ്പോർട്ട് നൽകാമെന്നും സർക്കാർ അറിയിച്ചു. സർക്കാർ റിപ്പോർട്ടിൽ എതിർവാദങ്ങൾ ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കാൻ ഹർജിക്കാരോടും കോടതി നിർദ്ദേശിച്ചു. പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S. ശശിധരനെതിരായ അപകീർത്തി പരാമർശങ്ങളിൽ ഇടത് MLA PV അൻവർ മാപ്പു പറയണമെന്ന് IPS അസോസിയേഷൻ കേരള ചാപ്റ്റർ. അപകീർത്തികരവും ദുരുദ്ദേശപരവുമായ പരാമർശങ്ങളിൽ അപലപിച്ചുകൊണ്ടാണ് അൻവർ മാപ്പു പറയണമെന്ന് IPS അസോസിയേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. SP S. ശശിധരനെ വിമർശിച്ചതിന് മാപ്പു പറയില്ലെന്ന് നിലമ്പൂർ MLA PV അൻവർ. കേരളത്തിന്റെ മാപ്പുണ്ട്, മലപ്പുറത്തിന്റെ മാപ്പുണ്ട്, ഇനിയും വേണോ മാപ്പെന്നും സമൂഹമാധ്യമത്തിൽ അൻവർ പരിഹസിച്ചു. മാപ്പ് പറയണമെന്ന IPS അസോസിയേഷന്റെ ആവശ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ഓണം 100ാം ഓണം, സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. വിവിധ ആദിവാസി ദലിത് സംഘടനകൾ രാജ്യവ്യാപകമായി ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുന്നു. ഉത്തരേന്ത്യയിൽ പ്രതിഷേധക്കാർ റോഡ് ഉപരോധിക്കുകയും റെയിൽവേ ട്രാക്കിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തതായി PTI റിപ്പോർട്ട് ചെയ്തു. കേരള ബ്രാൻഡ് ലൈസൻസുകൾ ഇന്നു മുതൽ ലഭ്യമാകുന്നതോടെ കേരളം മറ്റൊരു ചുവടുവയ്പിന് സാക്ഷ്യം വഹിക്കുകയാണെന്ന് മന്ത്രി P. രാജീവ്. കേരള ബ്രാൻഡിൽ ഇറങ്ങുന്ന ഉൽപ്പന്നങ്ങളായിരിക്കണം ഇനി മുതൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ. കേരളത്തിൽ നിന്ന് തന്നെ ശേഖരിച്ച അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഇവിടെ തന്നെ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ആകണം ബ്രാൻഡിനായി അപേക്ഷിക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വന്ദേഭാരത് എക്സ്പ്രസിൽ യാത്ര ചെയ്ത കുടുംബത്തിന് നൽകിയ ഭക്ഷണത്തിൽ ചത്ത പാറ്റ. ഓഗസ്റ്റ് 19-നാണ് സംഭവം നടന്നത്.
ഷിർദിയിൽ നിന്ന് മുംബൈയിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിലാണ് കുടുംബം യാത്ര ചെയ്തിരുന്നത്. കുടുംബം ഇന്ത്യൻ റെയിൽവേ ഉദ്യോഗസ്ഥനോട് പരാതിപ്പെടുകയും ചെയ്തു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശം. കൊച്ചിയിൽ അസാധാരണമായ വേഗത്തിൽ കാറ്റ് വീശി. പലയിടത്തും മരം കടപുഴകി വീണു. ട്രാക്കിലേക്ക് മരം വീണ് ട്രെയിൻ യാത്ര തടസ്സപ്പെട്ടു. പാലരുവി എക്സ്പ്രസും ആലപ്പുഴ വഴി പോകേണ്ട ഏറനാട് എക്സ്പ്രസും പിടിച്ചിട്ടു. ഓൺലൈൻ ആപ്പുകാരുടെ ഭീഷണിയിൽ പെരുമ്പാവൂരിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ആതിരയുടെ ഫോണിൽ നിന്ന് ലോൺ ആപ്പ് മെസ്സേജുകൾ കണ്ടെത്തി. നഗ്നചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമെന്നായിരുന്നു ഭീഷണി. അങ്ങനെ ചെയ്താൽ ആത്മഹത്യ ചെയ്യുമെന്ന് യുവതി മറുപടി നൽകിയിട്ടുണ്ട്. ഫോൺ വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ഭീഷണി സന്ദേശം എത്തിയത് പാകിസ്ഥാൻ നമ്പറിൽ നിന്നാണെന്ന് പോലീസ് പറയുന്നു. ശബരിമലയിലെ ഭസ്മക്കുളത്തിന്റെ നിർമ്മാണം ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞു. തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2 ആഴ്ചത്തേക്കാണ് ഇടക്കാല ഉത്തരവ്. സത്യവാങ്മൂലം സമർപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോടതിയോട് സാവകാശം തേടി. 2 ആഴ്ച കഴിഞ്ഞ് കേസ് വീണ്ടും പരിഗണിക്കും. കാസർഗോഡ് ജില്ലയിലുടനീളം 4G കണക്ടിവിറ്റി എത്തിക്കാനൊരുങ്ങി പൊതുമേഖലാ ടെലികോം കമ്പനിയായ BSNL. കാസർഗോഡ് ടെലിഫോൺ എക്സ്ചേഞ്ച്, തളങ്കര, കാസർഗോഡ് ഫോർട്ട്, വിദ്യാനഗർ, നുള്ളിപ്പാടി, കളനാട്, സൌത്ത് കളനാട്, ചെമ്മനാട് എന്നീ ഭാഗങ്ങളിലാണ് 4G സേവനം പൂർണ്ണസജ്ജമായത്. 2ാം ഘട്ടത്തിൽ കാഞ്ഞങ്ങാട്, നീലേശ്വരം ഭാഗങ്ങളിലായി 20 ടവറുകൾ ഒരുങ്ങും. കണ്ണൂർ ധർമ്മടം പിണറായി വില്ലേജിൽ 285 കോടി രൂപ ചെലവിൽ സ്ഥാപിക്കുന്ന വിദ്യാഭ്യാസ സമുച്ചയമായ പിണറായി എഡ്യൂക്കേഷൻ ഹബിന്റെ നിർമ്മാണോദ്ഘാടനം ഓഗസ്റ്റ് 23 രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. തമിഴ്നാട് കൃഷ്ണഗിരിയിൽ വ്യാജ NCC ക്യാമ്പിൽ പങ്കെടുത്ത 13 പെൺകുട്ടികൾ ലൈംഗിക പീഡനത്തിനിരയായെന്ന റിപ്പോർട്ടിൽ ഇടപെട്ട് ദേശീയ വനിതാ കമ്മീഷൻ. കൃഷ്ണഗിരിയിലെ സ്വകാര്യ സ്കൂളിൽ വെച്ച് നടന്ന വ്യാജ NCC ക്യാമ്പിൽ വെച്ചാണ് അതിക്രമം നടന്നത്. സംഭവത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചവർ അടക്കമുള്ള 11 പേരെ ഇതിനോടകം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാട് വ്ളാദിമിർ സെലൻസ്കിയുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പോളണ്ട്, യുക്രൈൻ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിനായി യാത്ര തിരിക്കും മുൻപ് നൽകിയ പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷയെന്നും മോദി വ്യക്തമാക്കി. റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസിനെ അമേരിക്കയിലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ആഗോളതലത്തിലെ മികച്ച സെൻട്രൽ ബാങ്കറായി തെരഞ്ഞെടുത്തു. തുടർച്ചയായ 2ാം വർഷമാണ് ദാസ് ഈ നേട്ടം കൈവരിക്കുന്നത്. A+ റേറ്റിംഗ് ലഭിച്ച 3 സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെ പട്ടികയിലാണ് ദാസ് ഉള്ളത്. ശക്തികാന്ത ദാസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഷെയ്ഖ് ഹസീനയെ വിട്ടുനൽകണമെന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ ആവശ്യം ഇന്ത്യ തള്ളിയേക്കും. രാജ്യത്ത് പടർന്ന വിപ്ലവത്തെ ഹസീന അടിച്ചമർത്താൻ ശ്രമിച്ചെന്നും പുതിയ 9 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ബംഗ്ലാദേശ് ഇന്ത്യയെ അറിയിച്ചു. രാജ്യത്തെ ജനങ്ങൾ ഹസീനയെ വിചാരണ ചെയ്യാൻ ആവശ്യപ്പെടുന്നുവെന്നും നിയമപരമായ വഴിയിലൂടെ അവരെ കൈമാറണമെന്നും ഇന്ത്യയ്ക്ക് നൽകിയ സന്ദേശത്തിൽ ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.